ഹലോ കൂട്ടുകാരെ. അപ്പോഴേ ഇന്ന് സോയ ചങ്ക്സും പിന്നെ ഗോതമ്പ് മാവും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല പൊളി ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. അപ്പോഴേ ഈ വെയിറ്റ് ലോസിന്, അതായത് ഡയറ്റ് എടുക്കുന്നവർക്കും പിന്നെ ഹെൽത്തി ആയിട്ടൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ട് അതിലേക്ക് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഉപ്പിട്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഉപ്പ് സോയ ചങ്ക്സിന് അത് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഒരു കപ്പ് സോയയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കണം താല്പര്യം ഇല്ലെങ്കിൽ അടച്ച് വെക്കാതെയും വേവിച്ചെടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, തുറന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് വേവിച്ചെടുക്കാം. പെട്ടെന്നൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 2-3-5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവേ. നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ, അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാണ്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. സോയ ചങ്ക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നന്നായിട്ട് കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഊറ്റിയെടുക്കണം. ഇത് ഒരു സ്ട്രെയിനറിലിട്ട് ഊറ്റിയെടുത്താലും മതിയാവും. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന പോലെ നല്ല കിഴുത്തലയുള്ള തവിയാണ് ഈ സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഊറ്റി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എടുത്താലും മതി കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒന്ന് വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുക. അതാണ്ട് ഞാനെല്ലാം ഒരു പാത്രത്തിലൊന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നല്ല വെള്ളം ഉണ്ടാവും. അത് നന്നായിട്ട് നല്ല ശക്തിയോടെ പിഴിഞ്ഞങ്ങോട്ട് കളയണം കേട്ടോ. നല്ല ശക്തി എടുത്ത് തന്നെ പിഴിയേണ്ടി വരും, കാര്യം നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം മൊത്തം ഇതുപോലെ പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കണേ. അപ്പോൾ ഇത് നല്ല ശക്തിയോടെ പിഴിയുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ വിട്ട് വിട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്നാലും അത് കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയൊരു ജാറ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ സോയ ചങ്ക്സ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഹെൽത്തിയും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഈ സോയ ചങ്ക്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരക്കപ്പോളം തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് രണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണേ. ആദ്യം ഇത് രണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. സോയൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഗോതമ്പ് മാവാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പം ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം റാഗിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഗോതമ്പ് റാഗി ഒക്കെ ചേർത്ത് കൊടുക്കാം. മൈദ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏത് മാവ് ഒഴിച്ച് വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് അരയ്ക്കുമ്പോഴേക്കും അടിക്ക് ഇങ്ങനെ കട്ടയായിട്ടൊക്കെ കിടക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാണ്ട് ഞാൻ നന്നായിട്ടൊന്നൊക്കെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ മിക്സിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊണ്ടുവരാം. കണ്ടതാണ്ട് ഇതുപോലെയാണ് മാവ് ഇരിക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടല്ലോ, ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ദോശയുടെ മാവിലും ഒരല്പം കൂടെ കട്ടി വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഈ മാവ് ഒരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടേ. ഇനി ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവ് നല്ല കുറഞ്ഞ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാലയാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഫസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിക്കോളൂ. നല്ലൊരു കളറാണല്ലേ, ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം.
അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഇല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ കുറച്ച് ടേസ്റ്റിയാണ്, കുറച്ച് ഹെൽത്തിയാണ്. പിന്നെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവർക്ക് കഴിപ്പിക്കാനും നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ചേർക്കുന്ന വെജീസ് എല്ലാം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം കേട്ടോ. അത് മസ്റ്റാണേ. ഇനി കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഒരു സവാളേൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ക്യാപ്സിക്കൊക്കെ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഇത് എല്ലാം വേണ്ടെങ്കിൽ ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ കഴിക്കാം കേട്ടോ. ഇനി അതല്ല, നമുക്ക് വൈകിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും കൊടുക്കാനും നല്ല റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി വലിയ പരിപാടികളൊന്നുമില്ല കേട്ടോ. ഈ ഒരു ദോശപ്പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല, ഞാൻ ഒരല്പം ഇട്ടതേ ഉള്ളൂ. അതൊന്നും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ബട്ടറും കൂടി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൈവച്ച് തേക്കാൻ നിൽക്കേണ്ട, കൈ പൊള്ളും കേട്ടോ. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാതെ തവി എടുത്ത് വെച്ചിട്ട് ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നെയ്യോ എണ്ണയോ ഇതൊന്നും തടവിയില്ലേലും നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ കുട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ തേച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചുട്ടെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എണ്ണയൊഴിച്ചോ നെയ്യൊഴിച്ചോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് ചെറുതായിട്ട്, ഒരുപാട് പരത്തിയൊന്നും വേണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒരു റൗണ്ട് ആക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ മാവ് ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതി ഇട്ടതാണ്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇനി നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ തിരിച്ചിടുമ്പം കെയർഫുള്ളായിട്ട് തിരിച്ചിടണം കേട്ടോ. ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നല്ല കട്ടി കുറവാണ് ഇതിന്. അപ്പോൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അതാണ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. ദാണ്ടെ ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇനി ഞാൻ വേറൊരു രീതിയിലും കൂടെ ഒന്ന് ചുട്ട് കാണിക്കാം. ഇത് 2 എണ്ണം ആയിട്ട് ചെറുതായിട്ട് ഞാൻ ചുട്ടെടുത്തതാണ്. ഇനി അല്പം വലുതായിട്ട് ചുട്ടെടുക്കുകയാണ്. ഒരുപാട് പരത്താൻ നിൽക്കണ്ട, പിന്നെ നമുക്ക് തിരിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ചെറിയ ദോശകളായിട്ട് ചുട്ടെടുക്കാം. ഇതിനകത്തും കുറച്ച് എള്ള് ഞാൻ വിതറുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ബട്ടറൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് കുറച്ച് എള്ളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ആകുമ്പോഴത്തേനും തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ദോശയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കഴിക്കാനായിട്ട് നല്ല ഹെൽത്തിയുമാണ്. കണ്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്കോ അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ പറ്റിയതാണ്. ട്രൈ ആക്കി നോക്കിക്കോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.